10 ദിവസം ഒരു ഐലൻഡ്, എൻ്റെ എൻറ്റയർ ട്രാവൽ ഫിലോസഫി അപ്സൈഡ് ഡൗൺ ആക്കിയ ഒരു ട്രിപ്പ്. ബാലി ഞാൻ പോയതൊരു ടൂറിസ്റ്റ് ആയിട്ടാണ്, പക്ഷെ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആയിട്ടാണ്. Nusa Penida. Let's go snorkeling. ബ്രോ, ബാലി ഞാൻ പോകുമ്പോൾ ഞാൻ കരുതി ഞാൻ സ്മാർട്ടാണെന്ന്. യൂട്യൂബിലെ ട്രാവൽ വീഡിയോസ് എല്ലാം കണ്ടു, റെഡിറ്റിൽ ത്രെഡൊക്കെ വായിച്ചു, എല്ലാം സെറ്റ്. പക്ഷെ 10 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ 15,000 rupees ഗോൺ, പൊടി പോലെ പറന്നുപോയി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാലിയിൽ എന്നെ ഇട്ട് പൊരിച്ച സ്കാംസ്. ഞാൻ എങ്ങനെ കുറേ സ്കാമുകളിൽ നിന്ന് രക്ഷപ്പെട്ടു, പിന്നെ ബാലി പോകുമ്പോൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കേണ്ട ടിപ്സ്. സോ ദേ ഇരിക്കുക, ഇത് കാണാതെ ബാലി ടിക്കറ്റ് ബുക്ക് ചെയ്യരുത്. നിങ്ങളിത് കേൾക്കണം. ബാലി ടിക്കറ്റ് ഞാൻ എടുത്ത് ബുക്ക് ചെയ്തത് 4 മാസം മുമ്പെയാണ്. സ്കൈ സ്കാനർ തുറന്ന ഡേറ്റ്സ് കമ്പയർ ചെയ്ത് ഫ്ലെക്സിബിൾ ആയി ട്യൂസ്ഡേ വെനസ്ഡേ ചീപ്പർ ഡേയ്സ് നോക്കി ചെന്നൈയിൽ നിന്നും ബാങ്കോക്ക് വഴി ബാലിയിലേക്ക് 18,000-നാണ് ടിക്കറ്റ് കിട്ടിയത്. 18,000 only. That's not budget travel, that is blessed budget travel. പിന്നെ ആ ബാങ്കോക്ക് എയർപോർട്ട്, ബ്രോ പറയാൻ വാക്കുകളില്ല. സുവർണഭൂമി എയർപോർട്ട് ഒരു കപ്പിൾ ഓഫ് അവേഴ്സ് ലേ ഓവർ ഉണ്ടായിരുന്നു. ഞാൻ എയിംലെസ് ആയിട്ട് നടന്നു. പിങ്ക് ലൈറ്റ്സ്, ലാവൻഡർ സീലിംഗ്സ്, മിൻ ഗ്രീൻ കോർണേഴ്സ്. അതൊരു എയർപോർട്ടല്ല, ഒരു കൊറിയൻ റോംകോം സെറ്റിംഗ് പോലെ തോന്നി. ഫ്രീ ആയിട്ട് ഈസ്തറ്റിക് കണ്ടന്റ് ഇഷ്ടം പോലെ എടുത്തു ലേ ഓവറിൽ. പിന്നെ നേരെ ഡെൻപസാർ ലാൻഡിംഗ്. ബാലി ഹൃദയം പെരുകിക്കൊണ്ടിരുന്നു കേട്ടോ. ഫൈനലി ബാലി. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ കണ്ണ് തുറന്ന് നടക്കണം ഗൈസ്. അത് അടുത്ത 30 മിനിറ്റ് തന്നെ ഞാൻ പഠിക്കാൻ പോവുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാലി ഇറങ്ങുന്നതിന് മുമ്പ് 3 ഡോക്യുമെന്റ്സ് അത് റെഡിയാണെങ്കിൽ സെൽഫ് ഇമിഗ്രേഷൻ ഗേറ്റിലൂടെ ഇറങ്ങാം. 2 hours ക്യൂ അവോയ്ഡ് ചെയ്യാം. ഒന്ന്, ഇ വിസ ഇന്തോനേഷ്യൻ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണം. ഏതാണ്ട് 3000 രൂപയാകും. 2, ടൂറിസ്റ്റ് ലെവി. ബാലി സ്പെസിഫിക്കലി ചാർജ് ചെയ്യുന്നത് ഏതാണ്ട് 800 രൂപയുള്ളൂ. ലവ് ബാലി പോർട്ടലിൽ പേ ചെയ്യാം. മൂന്നാമത്തേത് ഹെൽത്ത് ഡിക്ലറേഷനാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലാൻഡിങ്ങിൻ്റെ 72 hours മുമ്പ് തന്നെ ചെയ്തിരിക്കണം. സാറ്റിസ്ഫൈഡ് ആപ്പിൽ ബുക്ക് ചെയ്യാം, പക്ഷേ ഏർലി ആയിട്ട് ചെയ്താൽ ഇത് എക്സ്പയർ ആകും. ഈ 3 ഡോക്യുമെൻറ്റ്സിൻ്റെയും QR കോഡ് റെഡിയാണെങ്കിൽ സെൽഫ് ഇമിഗ്രേഷൻ ഗേറ്റിലൂടെ സ്മൂത്ത് ആയിട്ട് ഇറങ്ങിപ്പോകാം. അല്ലെങ്കിൽ മാനുവലായി 2 hours നിന്ന്, ട്രസ്റ്റ് മീ, ആരും ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. സെൽഫ് ഇമിഗ്രേഷൻ സ്മൂത്ത് ആയി കഴിഞ്ഞ് എക്സിറ്റിലെത്തി ഉടനെ തന്നെ ഒരു അങ്കിൾ വന്ന് സ്മൈൽ ചെയ്ത് ബ്രോക്കൺ ഇംഗ്ലീഷ്, മൈ ഫ്രണ്ട് ടാക്സി ബെസ്റ്റ് പ്രൈസ്. ഞാൻ പറഞ്ഞു ഉബുദിലുള്ള ഹോട്ടലിലോട്ട് പോകണം. അയാൾ പറഞ്ഞു 60,000 രൂപ, വെരി ഗുഡ് പ്രൈസ്. ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി ഏകദേശം 3200. പറ്റില്ല. ഉടനെ തന്നെ ഗ്രാബ് ആപ്പ് തുറന്നു. ഗ്രാബും ഗോച്ചക്കും ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. സെയിം ട്രിപ്പ് only 1,400 rupees. ബ്രോ, ആദ്യത്തെ 30 മിനിറ്റിൽ തന്നെ ഒരു 1,800 രൂപ പോകേണ്ടതായിരുന്നു. ബാലി സ്കാമറുകൾ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ടാക്സി ഡ്രൈവേഴ്സ്, എയർപോർട്ടിലെ മണി എക്സ്ചേഞ്ച് എല്ലാം ഇൻഫ്ലേറ്റഡ് ഫ്ലാറ്റ് റേറ്റ് കോട്ട് ചെയ്യും. അവിടെ നിന്ന് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്കാം 1 മണി ചേഞ്ചർ മാജിക് ഷോ. സെമിനിയാക്കിൽ ഒരു മണി ചേഞ്ചർ ബോർഡ് കണ്ടു. ബെസ്റ്റ് റേറ്റ്, നോ കമ്മീഷൻ. റേറ്റ് എല്ലാവരെക്കാളും കൂടുതലാണ്. ഞാൻ അകത്തോട്ട് കയറാൻ പോയി, പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നു റെഡിറ്റിൽ വായിച്ച കാര്യങ്ങൾ. സൂത്രം ഇതാണ്: സ്മോൾ മണി ചേഞ്ചേഴ്സ് ടൂറിസ്റ്റിനെ ഇങ്ങനെ ഷോർട്ട് ചേഞ്ച് കാണിക്കും. നോട്ട്സ് അവർ കൗണ്ട് ചെയ്യും, വീണ്ടും കൗണ്ട് ചെയ്യും, ലെജിറ്റ് ആണെന്ന് കാണിക്കാൻ. പക്ഷേ സ്ലൈറ്റ് ആയിട്ട് ഓഫ് ഹാൻഡിൽ അവർ കുറച്ച് നോട്ടുകൾ അങ്ങ് മാറ്റും, മാജിക് ഷോ ലെവൽ പോലെ. അപ്പോൾ അതാണ് ഫൺ സൈഡ്. അവസാനമാകുമ്പം നമുക്ക് കുറവ് കാശ് കിട്ടുള്ളൂ. വാട്ട് ഐ ഡിഡ് ഡിഫറെൻ്റ്ലി, ഞാൻ ആ ഷോപ്പിലൊന്നും കയറിയില്ല. ഓതറൈസ്ഡ് മണി ചേഞ്ചേഴ്സിൽ നിന്ന് നാട്ടിൽ നിന്നേ കുറച്ച് ക്യാഷുമായിട്ടാണ് പോയത്. ഞാൻ ആ ഷോപ്പിലൊന്നും കയറിയില്ല. ഓതറൈസ്ഡ് മണി ചേഞ്ചറിൻ്റെ ഷോപ്പിൽ ഒരിക്കൽ മാത്രം പോയി. എൻ്റെ ഫോൺ കാൽക്കുലേറ്റർ എടുത്തു. റുപ്പയ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ കൗണ്ട് ചെയ്തു. പിന്നെ കൗണ്ടർ വിടുന്നതിന് മുമ്പ് റീകൗണ്ട് ചെയ്തു. അങ്ങനെ 800 രൂപ ഞാൻ സേവ് ചെയ്തു. ഏറ്റവും ബെസ്റ്റ് നാട്ടിൽ നിന്ന് തന്നെ ക്യാഷുമായി വരുന്നതാണ് നല്ലത്. ഇവിടെ പല സ്ഥലങ്ങളിലും ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ. സ്കൂട്ടർ ഡാമേജ് ഡ്രാമ ഉബുദ്.
ഉബുദിൽ സ്കൂട്ടിൽ റെന്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ റോഡിലൊന്നു ഹൃദയം ഒന്ന് നിന്നു. ടൂറിസ്റ്റുകൾക്കൊക്കെ കയ്യിൽ, എൽബോയിൽ, ആംഗിളിലൊക്കെ ബാൻഡേജ്, ഒരുമാതിരി മമ്മിയിലെ പോലത്തെ ദൃശ്യം. സ്കൂട്ടർ ആക്സിഡൻസിൻ്റെ മെജോറിറ്റി ടൂറിസ്റ്റ് ഇങ്ങനെ റെക്ലെസ്ലി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടും ഓവർ കോൺഫിഡൻ്റ് ആയിട്ടും അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടും ട്രാഫിക് കണ്ടീഷൻ നോക്കാതെയും റെഡി അല്ലാതെ ഓടിക്കുന്നതുകൊണ്ടുമാണ്. മാത്രമല്ല സ്കൂട്ടർ റെൻ്റൽ സ്കാം എന്നൊരു സാധനം തന്നെ ഉണ്ട്. അതായത് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ചെറിയ പെയിൻറ് ചിപ്പ് കാണിച്ച് ഓണർ പറയും, ഓ ദിസ് വാസ് നോട്ട് ദെയർ, 50,000 IDR, ഏതാണ്ട് 2,800 രൂപ. വാട്ട് ഐ ഡിഡ് ഡിഫറെൻ്റ്ലി, ഞാൻ സ്കൂട്ടർ റെൻ്റ് ചെയ്തില്ല, പീരിയഡ്. ഗ്രാബ്, ഗൊച്ചക്ക് തുടങ്ങിയ ആപ്സ് ഉപയോഗിച്ചു, പ്രൈവറ്റ് ഡ്രൈവർ, വാക്കിംഗ്. അതെ, ജീവനുണ്ടെങ്കിൽ ബാലി ആസ്വദിക്കാം, ബാൻഡേജിൽ ഉബുദിൽ കൂടെ നടക്കാൻ താല്പര്യമില്ല. ഫൺ ഫാക്ട്, ഇൻഷുറൻസ് പോളിസിയിൽ സ്കൂട്ടർ ആക്സിഡൻറ്റ്സ് ടിപ്പിക്കലി കവർ ചെയ്യാറില്ല. അത് ഡബിൾ പെയിനാണ്. സ്കിപ്പ് ചെയ്യൂ, എന്നെ സല്യൂട്ട് ചെയ്യൂ. സ്കാം നമ്പർ 3, ഫ്രണ്ട്ലി ടൂറിസ്റ്റ് കറൻസി ട്രിക്ക്. ഇത് കേട്ടോ, ഇതൊരു സ്കാരി സ്കാമാണ്. ഉളുവാട്ടുവിൽ ഒരു വ്യൂ പോയിന്റ് അടുത്തൊരു കപ്പിൾ കാർ നിർത്തി ഇറങ്ങിയെന്ന് അവർ പറഞ്ഞു, ഓ വി ജസ്റ്റ് ലാൻഡഡ് ഇൻ ഇന്തോനേഷ്യ, ക്യാൻ യു ഷോ യുവർ കൺട്രീസ് കറൻസി, ജസ്റ്റ് ക്യൂരിയസ്. ഫ്രണ്ട്ലി ചാറ്റ്, ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്ത് അവരുടെ വാലറ്റിൽ ആദ്യം കാണിക്കും. പിന്നെ നമ്മൾ വാലറ്റ് ഓർന്ന നോട്ട്സ് കാണിക്കുമ്പോൾ ചില നോട്ട്സ് ഒക്കെ അതിൻ്റെ അകത്തുനിന്ന് മാറും, ചില നോട്ട്സ് ഒക്കെ മിസ്സിംഗ് ആവും. ഇത് ഒരു ബ്രോ കോഡ് വയലേഷൻ ലെവൽ സ്കാം ആണ് ഗൈസ്. ഒരു ഇന്ത്യൻ ടൂറിസ്റ്റ് ഫെബ്രുവരി 2020 ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഐ ഡിഡ് ഡിഫറെൻ്റ്ലി, ഞാൻ ഉളുവാട്ടിൽ ഗെറ്റ് യുവർ ഗൈഡ് ആപ്പിലൂടെ ഒരു 5-star ഗൈഡിനെ ബുക്ക് ചെയ്തു. ഒരു ലോക്കൽ ഗൈഡാണ് അദ്ദേഹം. അവിടെ മുഴുവൻ കാണിക്കുന്നു, എല്ലാ സ്കാമുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ അവിടുത്തെ കുരങ്ങന്മാരെ സൂക്ഷിക്കാനും പ്രത്യേകം അദ്ദേഹം പറഞ്ഞു തന്നുകൊണ്ട് ഫോണും വാലറ്റും ഒക്കെ കാറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത്. ലെസൺ, നിങ്ങളുടെ മണി നിങ്ങളുടെ കയ്യിലിരുന്നാൽ, സ്ട്രേഞ്ചേഴ്സിൻ്റെ കയ്യിൽ വാലറ്റ് കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, പീരിയഡ്. Scam for Temple Sarong and donation drama. Batuan Temple എൻട്രൻസിൽ ഒരു അങ്കിളിനെ കണ്ടു. സരോങ് റൺ 50,000 രൂപ മാൻഡേറ്ററി. പിന്നെ വേറെ ആള് ലോക്കൽ ഗൈഡ് കമ്പൽസറി 20,000. പിന്നെ ഒരു ആൻറ്റി വന്നിട്ട് ഡൊണേഷൻ ഓഫറിങ് വെരി ഇമ്പോർട്ടൻറ്റ്. റിയാലിറ്റി ചെക്ക് ഇതൊന്നുമല്ല. മോസ്റ്റ് ടെമ്പിൾസിലും സരോങ് ഗൈഡ്, ഷട്ടിൽ ടിക്കറ്റ് ഒക്കെ ഓൾറെഡി നമ്മുടെ പല പാക്കേജിലും ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ട് പുറത്തുനിന്നുള്ള അൺഒഫീഷ്യൽ ഗൈഡ്സ് ആണ് ഇവർ ഓവർ ചാർജ് ചെയ്യും, മാൻഡേറ്ററി ഡൊണേഷൻ ആണെന്നൊക്കെ പറയും. സോ ഞാൻ കേരളത്തിൽ നിന്ന്, കേരള ബേസ്ഡ് ആയിട്ടുള്ള കേരള ട്രാവൽസിൽ നിന്നാണ് എൻ്റെ ഈ ട്രിപ്സൊക്കെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു ഡ്രൈവർ കം ഗൈഡിനെ കൂടെ വിട്ടു. അയാൾ ഫോട്ടോയും എടുത്തു തരും, വീഡിയോ എടുത്തു തരും, എല്ലാ സ്കാംസിനെ കുറിച്ച് പറഞ്ഞു തരും. സ്കാം 5, അരാക് ഡ്രിങ്ക് ട്രാപ്പ്. ഇത് സ്കാമിനേക്കാൾ കൂടുതൽ ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കാര്യമാണ്, തമാശല്ല. ബാലിയിലെ ചില ബാറിൽ വോഡ്ക, ജിന്നൊക്കെ പോലെ തന്നെ അവരുടെ ക്ലിയർ സ്പിരിറ്റായ അരാക്ക് എന്ന ലോക്കൽ മൂൺഷൈൻ കലർത്തും. അരാക്കിൽ മെഥനോൾ ഉണ്ടാകാം, അത് ബ്ലൈൻഡ്നെസ്, ഓർഗൻ ഡാമേജ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ജസ്റ്റ് സ്റ്റിക്ക് ടു ബിയർ. സ്കാം 6, the 10 tricks at markets. ഉബുദിലെ മാർക്കറ്റ് ഞാനൊരു ടീഷർട്ട് നോക്കി. വെണ്ടർ പറഞ്ഞു 10 ഉള്ളി. ഓ, ഞാൻ ചോദിച്ചു 10,000 രൂപ. അയാൾ തലയാട്ടി. അവസാനം കാശ് കൊടുക്കാൻ നേരത്ത് നോ $10, ഏകദേശം 830 രൂപ. ആക്ച്വൽ പ്രൈസ് 150 രൂപയേ ഉള്ളൂ. ബാർഗെയിനിങ്ങിന് മുമ്പ് ഫോൺ കാൽക്കുലേറ്റർ റെഡിയാക്കുക. ഷോ മീ ദ പ്രൈസ് ഓൺ ദ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക, കൺഫ്യൂഷൻ മാറ്റുക. ബാലിയിലേക്ക് കുറച്ച് ടിപ്സ് പറയുകയാണ്. സ്റ്റഫ് നോബഡി ടെൽസ് യു. ഗൈസ്, സ്കാം സെഷൻ കഴിഞ്ഞു. ഇനി ഞാൻ പഠിച്ച 1 മാസത്തെ ബാലി വിസ്ഡം. മസാജ്. റിസോർട്ടിൽ ബാലിനീസ് മസാജ് ബുക്ക് ചെയ്യരുത്. 4,000-5,000 രൂപ ചാർജ് ചെയ്യും. പിന്നെ ട്രെയിൻഡ് തെറാപ്പിസ്റ്റുമാർ ചിലപ്പോൾ ആകണമെന്നില്ല. അതുകൊണ്ട് ഗൂഗിൾ റിവ്യൂ നോക്കി ഉബുദിലെയോ ചങ്കുവിലെയോ സെമന്യാക്കിലോ സിറ്റി സെൻറ്ററിലുള്ള നല്ല പ്രോപ്പർ ട്രെയിൻ ബാലിനീസ് മസാജ് സെൻറ്ററിൽ പോവുക. ഒരു 800 മുതൽ 1,500 രൂപ വരെ ഉള്ളൂ സെയിം മസാജ്, ബെറ്റർ. ടെഗലഗായം റൈസ് ടെറസിൽ ഫേമസ് സ്വിങ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തു. ഇതിൻ്റെ എൻട്രി എക്സ്പെൻസീവ് ആണ്. ഓരോ സ്വിങ്ങിനും എക്സ്ട്രാ പേ ചെയ്യണം. ഒരു ബേർഡ് നെസ്റ്റിൽ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്വർക്കി ഫോട്ടോ ബൂത്തിൽ പോകണമല്ലോ, യു ഹാവ് ടു പേ എക്സ്ട്രാ. ഫോട്ടോ ഓപ്പർച്യൂണിറ്റി അല്ല, ഇതൊരു തരം ATM ആണ് ബ്രോ. റിയൽ റൈസ് ടെറസസ് വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടുത്തെ തന്നെ കാണണമെന്നില്ല. പുറത്തു നിന്ന് ജസ്റ്റ് കാണണമെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിൽ അത് ചെയ്യാനും പറ്റും. ഒഴിവാക്കിയാലും ഒരു കുഴപ്പമില്ല. ATV റൈഡ്, ജസ്റ്റ് ഡു ഇറ്റ് മാൻ. ATV റൈഡ് ഇസ് എ മസ്റ്റ് ഡു. പക്ഷേ
ടെറൈൻ വൈസ്ലി ചൂസ് ചെയ്യണം. ഞാനൊരു ടഫ് ടെറൈനിലാണ് പോയത്. മഡ്, വാട്ടർ ക്രോസിംഗ്, ജംഗിൾ, ഫുൾ ആക്ഷൻ ഉണ്ടായിരുന്നു. ഫുള്ളി എൻജോയ്. പക്ഷേ ഹെൽമെറ്റ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യണം. അഡ്രിനലിൻ പ്ലസ് കോഷൻ കോംബോ ആണ് ATV റൈഡ്. കെച്ചക് ഡാൻസ്, ഉബുദിലെ കെച്ചക് ഡാൻസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദ റിയൽ മാജിക് ഓഫ് ഉളുവാട്ടു ഇവിടെയാണ്. സൺസെറ്റിൽ ഓഷ്യൻ ക്ലിഫിൻ്റെ അടുത്തിരുന്ന് അത് കാണാം. അതുകൊണ്ട് തന്നെ ഉളുവാട്ടുവിൽ പോകണം. ഉബുദിലെ കെച്ചക് ഡാൻസ് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്തു. പകരം ഉളുവാട്ടുവിലെ കെച്ചക് ഡാൻസ് കാണാൻ പോകണം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ബിക്കോസ് ദ ബാക്ക് ഡ്രോപ്പ് എലോൺ ഇസ് വർത്ത് ദ എൻറ്റയർ ടിക്കറ്റ്. ഗൂസ് ബംസ് ആണ് ബ്രോ. സൺസെറ്റ് സ്പോട്ട് സനൂർ പോയിന്റ് സൺസെറ്റിൽ നമ്മൾ എത്തുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ആയിരിക്കണം. ലേറ്റ് ആയാൽ 0 വ്യൂ ആണ്. പ്ലസ് ചങ്കുവിലെ മെക്സിക്കോള, ലാറ്റിൻ അമേരിക്കൻ വൈബ്സ്, ഫിൻസ് ബീച്ച് ക്ലബ് ഇവിടെയൊക്കെ പോയാൽ നല്ലപോലെ സൺഡൗണേഴ്സ് ഉണ്ട്. അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് സൺസെറ്റ് കാണാം. മങ്കി ഫോറസ്റ്റ് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്തു. നിങ്ങളുടെ ഷോൾഡറിലൊക്കെ മങ്കി വന്ന് കയറും. അതൊക്കെ ഇരിക്കുന്നതിൽ കുഴപ്പമില്ല, മാത്രമേ അവിടെ പോകാവുള്ളൂ. സൺഗ്ലാസസ് ഒക്കെ സ്നാച്ച് ചെയ്യും. മങ്കീസ് ഭയങ്കരമായിട്ട് ട്രേഡ് ചെയ്യാനും പഠിച്ചവരാണ്. ചിലപ്പോൾ ഫോൺ എടുത്തിട്ട് തിരിച്ചെന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഫോൺ കിട്ടൂ. ഇത് ഞാൻ പറഞ്ഞു കേട്ടു. പക്ഷേ എൻ്റെ കൺമുമ്പിൽ ഞാൻ 3 എണ്ണം കാണുകയും ചെയ്തു. കമ്പുഹാൻ റിഡ്ജ് വാക്ക് ഫ്രീ, ബ്യൂട്ടിഫുൾ, പീസ്ഫുൾ ഉബുദിലാണ്. രാവിലെ ഒരു 6:30 എഴുന്നേറ്റ് പോയ ഗോൾഡൻ ലൈറ്റ്, നോ ക്രൗഡ്, എൻലെസ് റിഡ്ജ് ആണ്, എക്സ്റ്റെൻഡഡ് ഫീൽ. Good morning. Next destination, Nusa Penida. Nusa Penida, stay at least 2 days. Now let's go snorkeling. ഒറ്റ ഡേ ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യരുത്. സ്റ്റേ ഓവർനൈറ്റ്. ഐഡിയലി ഒരു 2 nights ആണെങ്കിൽ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാം. സ്നോർക്കലിംഗ് പോർട്ട് എൻട്രിയിൽ ചെയ്യരുത്, ബോറിംഗ് ആണ്, നത്തിങ് ടു സീ. ആസ്ക് സ്പെസിഫിക്കലി ഫോർ മന്ദ ബേ, അവിടെ പോയിട്ട് വേണം സ്നോർക്കലിംഗ് ചെയ്യാൻ. പിന്നെ അവിടുത്തെ ക്ലിഫ്സ്, ഏഞ്ചൽസ് ബില്ലബോങ്, ബ്രോക്കൺ ബീച്ച്, കെലിംഗ് കിങ് ഇതൊക്കെ വിഷ്വലി മൈൻഡ് ബ്ലോയിങ് ആണ്. പക്ഷെ അങ്ങോട്ടുള്ള റൈഡ് എൻ്റെ അമ്മോ, ഹൊറിബിൾ റോഡ്സ്, ഹോട്ട് സമ്മറിൽ ടയറിങ് ആണ്. പ്രത്യേകിച്ച് സീയിലൂടെ വന്ന് സീസിക്കായിട്ട് ഇരുന്നിട്ട് നേരെ ഈ റൈഡ് ചെയ്യാൻ പോയാൽ ശരിക്കും മടുക്കും. ഹീറ്റ് സെൻസിറ്റീവ് ആണെങ്കിൽ അതും സ്കിപ്പ് ചെയ്തു. അതർവൈസ് ടോട്ടലി വർത്ത് ഇറ്റ്. കോഫി പ്ലാന്റേഷൻ വേഴ്സസ് സിൽവർ മേക്കിംഗ്. കോഫി പ്ലാന്റേഷൻ തുടക്കത്തിൽ സ്കാം പോലെയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവർ പ്രോഡക്ട്സ് സെല്ല് ചെയ്യാൻ ട്രൈ ഒക്കെ ചെയ്യുമെങ്കിലും ഇത് ലോക്കൽ ഫാമേഴ്സിൻ്റെ ഒരു ബിസിനസ്സാണ്. ഫ്രീ കോഫി ടേസ്റ്റിംഗ് ഉണ്ട്. ബൈ ചെയ്യണോ വേണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലോക്കൽ എക്കോണമിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് വിസിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇൻഫാക്ട് ഫ്രീ ആയിട്ട് ഒരു 25ഓളം കോഫി കുടിക്കാം. സിൽവർ മേക്കിംഗ് ഡെമോ പ്യുവർ വേസ്റ്റ് ഓഫ് ടൈം. 1 day സിൽവർ മേക്കിംഗ് ക്ലാസ്സിന് എൻറോൾ ചെയ്ത് അത് പഠിക്കാൻ പോയാൽ കൊള്ളാം. അല്ലെങ്കിൽ ബേസിക്കലി ദേ ആർ ജസ്റ്റ് ട്രൈങ് ടു സെൽ യു. വാട്ടർഫോൾസ് ഡ്രൈവർമാർ യൂഷ്വലി ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസിലാണ് കൊണ്ടുപോകാറ്. ടിക്കറ്റ് കമ്മീഷനൊക്കെ ഉള്ളതുകൊണ്ടാണ്. റിയൽ വാട്ടർഫോൾസ് ഇൻസിസ്റ്റ് ചെയ്യണം. തുക്കക്കെപ്പും, നുങ്, സെക്കും പുൾ ഇതൊക്കെ ഗൂഗിൾ ചെയ്താൽ സ്പെസിഫിക്കലി അറിയാൻ പറ്റും. എന്നിട്ട് അവരോട് അവിടെ തന്നെ കൊണ്ടുപോകാൻ പറയണം. അല്ലെങ്കിൽ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഞാൻ പോയ പോലെ പോകേണ്ടി വരും. ഡ്രൈവർ ബോ, ടേക്ക് മീ ടു ദ റിയൽ വൺ, ഐ ഡിമാൻഡ്. തീർത്ഥഗംഗ വേഴ്സസ് തീർത്ഥ അംപുൾ, ഇതൊരു കൺഫ്യൂഷൻ ആകുന്ന കാര്യമാണ്. രണ്ട് സെയിം ഡയറക്ഷനിൽ സിമിലർ പേരുകളാണുള്ളത്. പക്ഷെ തീർത്ഥ എംപുളിലേക്ക് ഡിസ്റ്റൻസ് കുറവാണ്. തീർത്ഥ എംപുൾ ഒരു ടെമ്പിളാണ്. അവിടുത്തെ വാട്ടർ പ്യൂരിഫിക്കേഷൻ റിച്വൽ എന്ന് പറയുന്നത് ഒരു റിച്വലാണ്, ഒരു ആരാധനാ രീതിയാണ്. അതിന് ഡ്രസ് കോഡൊക്കെ ഉണ്ട്.
എന്നാൽ തീർത്ഥഗംഗ ഒരു ബ്യൂട്ടിഫുൾ റോയൽ വാട്ടർ ഗാർഡൻ ആണ്. അവിടെ ഇതേ റിച്വൽ ഉണ്ടെങ്കിലും അത് ഒരു റിലീജിയസ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് അല്ല, ജസ്റ്റ് ചില്ലിങ്, ഫോട്ടോസ് എടുക്കാം. റിലീജിയസ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ തീർത്ഥ എംപിളിലും, പീസ് ആൻഡ് ഈസ്തറ്റിക് വേണമെങ്കിൽ തീർത്ഥഗംഗയിലും പോവാം. ലപുഗ്യാൻ ടെമ്പിൾ, ദ 3 AM ക്വസ്റ്റ്യൻ. ദ ഫേമസ് ഗേറ്റ്സ് ഓഫ് ഹെവൻ ഫോട്ടോയ്ക്ക് വേണ്ടി പോവുകയാണെങ്കിൽ 3 മണിക്ക് എഴുന്നേറ്റെങ്കിലും പോകണം, അല്ലെങ്കിൽ 4-5 മണിക്കൂർ ക്യൂ ഉണ്ട്. പിന്നെ ആ ഫോട്ടോ ബേസിക്കലി നിങ്ങൾക്കെല്ലാം ഓൾറെഡി അറിയാമെന്ന് എനിക്കറിയാം. അവിടെ വെള്ളമൊന്നുമില്ല. ഇറ്റ്സ് എ ഫോട്ടോ ടേക്കൺ യൂസിങ് എ ഗ്ലാസ് പീസ്. അതിനുവേണ്ടി അത്രയും നേരത്തെ എഴുന്നേറ്റ് അവിടെ പോകണോ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പോയ വഴിക്ക് എൻ്റെ ഡ്രൈവർ പ്രീവിയസ് ഈവനിങ് എന്നോട് പറഞ്ഞു, സാർ ഇറ്റ്സ് വെരി ക്രൗഡഡ്, നമുക്ക് സ്കിപ്പ് ചെയ്യാം, പകരം വേറെ സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുന്നു, വെദർ ദ ഡ്രൈവർ സ്കാംഡ് മീ അതോ ഒരു ജെന്യുവൻ അഡ്വൈസ് ആയിരുന്നോ. നെക്സ്റ്റ് ബാലി ട്രിപ്പിൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. 10 ദിവസം കഴിഞ്ഞ് കാൽക്കുലേറ്റർ തുറന്നു. ടോട്ടൽ സ്കാംഡ് എമൗണ്ട് ഒരു 3500 രൂപയേ ഉള്ളൂ. മിസ്റ്റേക്സ് കുറച്ചുണ്ടായിരുന്നെങ്കിലും പലയിടത്തും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റി. ഉളുവ ടു സൺസെറ്റ്, മാൻറ്റ ബേ വാട്ടേഴ്സ്, ദൈവത്തിൻ്റെ ക്രിയേഷനിലെ പ്യുവർ ഫോം ഞാൻ ഇവിടെയൊക്കെ കണ്ടു. ലോക്കൽസ് അധികവും വാം, കൈൻഡ് ആൻഡ് ഓണസ്റ്റ് പീപ്പിളാണ്. സ്കാമേഴ്സ് വളരെ സ്മോൾ പേഴ്സൻ്റെ ഉള്ളൂ. ബാലി വളരെ സേഫും ബ്യൂട്ടിഫുള്ളും വെൽക്കമിങ്ങുമാണ്. ഒരു ഇൻഫോംഡ് ട്രാവലർ ആകണമെന്ന് മാത്രം. ബിഗസ്റ്റ് ലെസൺ പഠിച്ചത്, അഹങ്കരിക്കരുത്. ട്രാവൽ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞ് റിസർച്ച് ചെയ്യാതെ പോരുത്. ഹംബിൾ അപ്രോച്ചിൽ റിസർച്ച് ചെയ്ത് ബജറ്റ് സേവ് ചെയ്ത് പോയാൽ ബാലി ഇസ് വർത്ത് ഇറ്റ്. ഇൻഫാക്റ്റ് ഞാൻ കണ്ടുമുട്ടിയ കൂടുതൽ ആളുകളും ഒരാഴ്ചത്തേക്ക് വന്ന് 5 മാസമെങ്കിലും അവിടെ താമസിച്ചവരാണ്. ഞാൻ ഓൾറെഡി ഈ കൊല്ലം തന്നെ ഒരിക്കൽ കൂടെ പോകാൻ തീരുമാനിച്ചും കഴിഞ്ഞു.